നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും എവറിത്തിങ് 360യുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായിട്ടുള്ള സ്വാഗതം. റീസെന്റ് ആയിട്ട് ഏറ്റവും പോപ്പുലർ ആയിട്ട് വരുന്ന ഒരു നെറ്റ്വർക്കിലുള്ള കാർഡുകളാണ് അമേരിക്കൻ എക്സ്പ്രസിന്റെ ശ്രേണിയിലുള്ള ക്രെഡിറ്റ് കാർഡുകൾ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അമേരിക്കൻ എക്സ്പ്രസിന്റെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ക്രെഡിറ്റ് കാർഡ്സ് ആണ്. മാത്രമല്ല ഈ ഒരു കാർഡിന്റെ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ്, ഈ കാർഡിന്റെ യൂസേജ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഞാൻ ഏകദേശം 1 ഇയർ ആയിട്ട് അമേരിക്കൻ എക്സ്പ്രസ് ഗോൾഡ് കാർഡ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ എക്സ്പ്രസ് ഗോൾഡ് കാർഡിന്റെ യൂസേജ് റിവ്യൂയും മറ്റ് ഇൻഫർമേഷനുമാണ് ഈ ഒരു വീഡിയോയിൽ മുഖ്യമായിട്ടും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ മറ്റ് നെറ്റ്വർക്കിലുള്ള കാർഡുകളെ അപേക്ഷിച്ച് എന്തൊക്കെയാണ് ഈ ഒരു നെറ്റ്വർക്കിലുള്ള കാർഡ് ചൂസ് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സുകൾ, എന്തൊക്കെയാണ് ഇവർ നൽകുന്ന വെൽക്കം ഓഫറുകൾ എന്നിവയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാനായി പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. കുറച്ചധികം കാലമായിട്ട് അമേരിക്കൻ എക്സ്പ്രസ് കാർഡുകൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ലായിരുന്നു. കാരണം RBI നൽകിയ കുറച്ച് റെസ്ട്രിക്ഷൻസ്, ഡേറ്റ സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ കുറച്ച് റെസ്ട്രിക്ഷൻസ് ആയിട്ടായിരുന്നു അവരുടെ ആ ഒരു സർവീസ് ഇന്ത്യയിൽ സസ്പെൻഡ് ആയിരുന്നത്. എന്നാൽ അമേരിക്കയിലെ മറ്റ് ഇന്റർനാഷണൽ മാർക്കറ്റിലൊക്കെ വളരെയധികം പ്രചാരത്തിലുള്ള, വളരെയധികം ബെനിഫിറ്റ്സും ഫീച്ചേഴ്സും ഇന്റർനാഷണൽ ട്രാവലിനും വലിയ വലിയ ഹോട്ടൽ ബുക്കിങ്ങിനും ഒക്കെ നൽകുന്ന ഒരു ബ്രാൻഡാണ് അമേരിക്കൻ എക്സ്പ്രസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന ഡേറ്റ സ്റ്റോറേജിന്റെ ഇഷ്യൂസ് എല്ലാം പരിഹരിച്ച് ഇന്ത്യയിൽ തന്നെ ഡേറ്റ സ്റ്റോർ ചെയ്യാമെന്ന് അഗ്രി ചെയ്തുകൊണ്ടാണ് അമേരിക്കൻ എക്സ്പ്രസ് കാർഡുകൾ തിരിച്ച് ഇന്ത്യയിലേക്ക് രംഗപ്രവേശനം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെയധികം ഓഫേഴ്സും കാര്യങ്ങളുമായിട്ട് അവർ അവരുടെ മാർക്കറ്റ് ഇന്ത്യയിൽ വിപുലീകരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു കാർഡുകളെല്ലാം ഇപ്പോൾ വീണ്ടും ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ഗോൾഡ്, പ്ലാറ്റിനം ട്രാവൽ കാർഡ്, മെമ്പർഷിപ്പ് ക്രെഡിറ്റ് കാർഡ്, പ്ലാറ്റിനം റിസർവ്, സ്മാർട്ട് ഏൺ എന്നിങ്ങനെ ഏറ്റവും കൂടിയ ഫീച്ചേഴ്സ് ഉള്ള കാർഡ് മുതൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള, ഏറ്റവും കുറഞ്ഞ മെമ്പർഷിപ്പ് ഫീസിലൂടെ അഡീഷണൽ ആയിട്ടുള്ള ഓഫേഴ്സും വൗച്ചേഴ്സും തരുന്ന കാർഡുകൾ ഇന്ന് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അമേരിക്കൻ എക്സ്പ്രസ് ഗോൾഡ് കാർഡിനെ കുറിച്ചും അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും ബെനിഫിറ്റ്സിനെ കുറിച്ചും ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ഗോൾഡ് കാർഡിൻ്റെ വെൽക്കം ഓഫർ എന്ന് പറയുന്നത് 4000 ബോണസ് മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ് ആണ്. അതായത് അമേരിക്കൻ എക്സ്പ്രസിന്റെ റിവാർഡ് പോയിന്റുള്ള ഒരു മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല നിങ്ങളുടെ റിവാർഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വാല്യൂ ബേസ് നൽകുന്ന ഒരു റിവാർഡ് പോയിന്റ്സ് ആണ് മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു മെമ്പർഷിപ്പ് പോയിന്റ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അമേരിക്കൻ എക്സ്പ്രസ് നൽകുന്ന റിവാർഡ് കാറ്റലോഗിൽ മാത്രമല്ല, ഇവരുമായിട്ട് ടൈപ്പ് ഉള്ള ട്രാവൽ പാർട്ട്നേഴ്സിലും നമുക്ക് ഈ ഒരു റിവാർഡ് പോയിന്റ്സ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. കൂടാതെ സാധാരണ ബാങ്കുകൾ നൽകുന്ന ക്രെഡിറ്റ് കാർഡുകളുടെ റിവാർഡ് പോയിന്റ്സിന്റെ വാല്യൂവിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ മോണിറ്ററി വാല്യൂസ് കൂടുതലുള്ള ഒരു റിവാർഡ് പോയിന്റ്സ് ആണ് അമേരിക്കൻ എക്സ്പ്രസ് നൽകുന്നത്. ഇനി ഈ ഒരു കാർഡ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് 4000 ബോണസ് മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ്സ് ആണ്. കൂടാതെ ഞങ്ങളുടെ ലിങ്ക് ഉപയോഗിച്ച് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കാർഡിന് സൈനപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ആനുവൽ ഫീ സൗജന്യമായിട്ട് ലഭിക്കുന്ന ഒരു ഓഫർ കൂടി ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കും. നിങ്ങൾ ഈ ഒരു കാർഡ് എടുത്തതിന് ശേഷം ഒരു 5000 രൂപ ഒരു 90 ദിവസത്തിനകം സ്പെൻഡ് ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ആ ഒരു വർഷത്തെ ആനുവൽ ഫീസ് പൂർണ്ണമായിട്ടും വേവ് ചെയ്യാനായിട്ട് ഈ ഒരു റെഫറൽ ഓഫർ വഴി കഴിയുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ കാർഡിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഈ കാർഡിന്, അതായത് അമേരിക്കൻ എക്സ്പ്രസ് ഗോൾഡ് ക്രെഡിറ്റ് കാർഡിന് നിങ്ങൾ നൽകുന്ന ഫീസ് എന്ന് പറയുന്നത് ആദ്യത്തെ വർഷം നിങ്ങൾക്ക് 1000 രൂപയും ആപ്ലിക്കബിൾ ടാക്സസും ആണ് ഫീ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ വർഷം മുതൽ നിങ്ങൾക്ക് 4500 രൂപ പ്ലസ് ആപ്ലിക്കബിൾ ഫീസ് ആയിരിക്കും ഈ ഒരു കാർഡിൻ്റെ ഫീസ് ആയിട്ട് വരുന്നത്. ഇനി ഓരോ 50 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഒരു മെമ്പർഷിപ്പ് റിവാർഡ്, അതായത് 100 രൂപയ്ക്ക് 2 മെമ്പർഷിപ്പ് റിവാർഡ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാർഡിൻ്റെ മെമ്പർഷിപ്പ് റിവാർഡ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഓരോ തവണയും നിങ്ങൾ ഓരോ മാസവും 6 ട്രാൻസാക്ഷൻ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് വെച്ച് നടപ്പിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 1000 ബോണസ് പോയിന്റ്സ് എല്ലാ മാസവും ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു കാർഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കാർഡിന് നിങ്ങൾക്ക് ഒരു പ്രീസെറ്റ് സ്പെൻഡിങ് ലിമിറ്റ് ഇല്ല എന്നുള്ളത്. അതായത് ഒരു എല്ലാ ക്രെഡിറ്റ് കാർഡിനും കാണുന്നത് പോലുള്ള ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ഈ ഒരു കാർഡിന് ഉണ്ടായിരിക്കുന്നതല്ല. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ഒരു വലിയ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ അമേരിക്കൻ എക്സ്പ്രസിനെ നേരത്തെ കൂട്ടി അറിയിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വലിയ ട്രാൻസാക്ഷൻ്റെ അപ്രൂവൽ കിട്ടുകയുള്ളൂ. ഇനി ഫ്യൂവൽ, യൂട്ടിലിറ്റി മുതലായ സ്പെൻസിനും ഗവൺമെൻറ് സ്പെൻസിനും എല്ലാം ഈ ഒരു കാർഡ് നിങ്ങൾക്ക് 1 മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ്സ് നൽകുന്നതായിരിക്കും. കൂടാതെ ഈ ഒരു കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഗോൾഡ് കളക്ഷൻ റിവാർഡ് കാറ്റലോഗ് സ്പെഷ്യലായിട്ട് ഈ ഒരു കാർഡിന് വേണ്ടി അവൈലബിൾ ആണ്. ആ ഒരു കളക്ഷനിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നവർക്കുള്ള സ്പെഷ്യൽ വൗച്ചേഴ്സും ഓഫേഴ്സും കൂടാതെ പ്രോഡക്ട്സും എല്ലാം ലഭിക്കുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് ഈ ഒരു മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ്സ് റെഡീം ചെയ്ത്
നിങ്ങൾക്ക് ഒരു വൗച്ചറാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ റിവാർഡ് പോയിന്റ്സിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാരറ്റ് അല്ലെങ്കിൽ 18 അല്ലെങ്കിൽ 24,000 പോയിന്റ്സ് ഉള്ളവർക്കുള്ള 24 ക്യാരറ്റ്, 18 ക്യാരറ്റ് എന്നിങ്ങനെയുള്ള റിവാർഡ് കളക്ഷനിൽ നിങ്ങൾക്ക് ഏകദേശം 14,000 രൂപയുടെ താജ് വൗച്ചർ 24,000 പോയിന്റ്സ് റിഡീം ചെയ്തുകൊണ്ട് നേടാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തനിഷ്ക് വൗച്ചർ വർത്ത് 10,000 24,000 പോയിന്റ് റിഡീം കൊണ്ട് നേടാവുന്നതാണ്. കൂടാതെ 9,000 രൂപയുടെ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ വൗച്ചർ അല്ലെങ്കിൽ 11,000 രൂപയുടെ ഷോപ്പേഴ്സ് സ്റ്റോപ്പ് വൗച്ചർ എന്നിവയൊക്കെയാണ് സ്പെഷ്യൽ റിവാർഡ് കാറ്റഗറി ആയിട്ട് നിങ്ങൾക്ക് 24,000 മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ്സ് റിഡീം ചെയ്തുകൊണ്ട് ഈ ഒരു കാർഡ് വഴി നേടാനായിട്ട് കരുതുന്നത്. കൂടാതെ നിങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ള റിവാർഡ് മൾട്ടിപ്ലയർ ഓഫർ വഴി പർച്ചേസ് ചെയ്യുമ്പോൾ, അതായത് അവരുടെ കുറച്ച് പാർട്ട്നേഴ്സിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5x ബോണസ് പോയിന്റ്സ് ആണ് അമേരിക്കൻ എക്സ്പ്രസ് നൽകുന്നത്. ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ള സൈറ്റ്സ് എന്ന് പറയുന്നത് മെയിനായിട്ടും ആപ്പിളും മേക്ക് മൈ ട്രിപ്പും ഒക്കെയാണ്. ഈ ഒരു സൈറ്റ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു റീറ്റെയിൽ ഷോറൂം വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5x, അതായത് 5 ഇരട്ടി റിവാർഡ് പോയിന്റ്സ് ആണ് അമെക്സ് കാർഡുകളിലെല്ലാം ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓഫറാണ് റിവാർഡ് മൾട്ടിപ്ലയർ ഓഫർ എന്ന് പറയുന്നത്. നിങ്ങളുടെ റിവാർഡ് പോയിന്റ്സ് നിങ്ങൾ ഈ ഒരു കാറ്റഗറീസിലുള്ള സ്റ്റോർസിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 5 ഇരട്ടി ആയിരിക്കും നിങ്ങൾക്ക് സാധാരണ ലഭിക്കുന്ന റിവാർഡ് പോയിന്റുകളെക്കാളും കൂടുതലായിട്ട് ലഭിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ 5x സ്റ്റോറുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴും ഓരോ മാസവും 1000 രൂപയുടെ 6 ട്രാൻസാക്ഷൻ നടത്തുമ്പോഴൊക്കെ ലഭിക്കുന്ന മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ്സ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് തന്നെ 24,000 പോയിന്റിന്റെ മൈൽ സ്റ്റോൺ എത്താവുന്നതും കൂടാതെ ഈ പറഞ്ഞ അമേസിംഗ് ആയിട്ടുള്ള ഓഫേഴ്സ് എല്ലാം കരസ്ഥമാക്കാവുന്നതുമാണ്. ഇനി ഈ ഒരു കാർഡിൽ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് പ്രിവിലേജസ് നൽകുന്നുണ്ട്. അതായത് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ്, നമ്മുടെ ഫൈനാൻഷ്യൽ സ്പെൻഡിങ് പാറ്റേൺ, അക്കൗണ്ട് ഹിസ്റ്ററി എന്നൊക്കെ ഉള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗോൾഡ് നമുക്ക് ഒരു നോ പ്രീസെറ്റ് സ്പെൻഡിങ് ലിമിറ്റ് എന്ന് പറയുന്ന ഓഫർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ലിമിറ്റിനെ പേടിച്ച് നമുക്ക് ഷോപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അത് ഈ ഒരു കാർഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രിവിലേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. കൂടാതെ ഈ ഒരു കാർഡിൽ ഹോട്ടൽ കളക്ഷൻ എന്ന് പറയുന്ന ഒരു ഓഫറുണ്ട്. അതുകൊണ്ട് തന്നെ ഹോട്ടൽ കളക്ഷൻ വെബ്സൈറ്റിൽ പോയിട്ട് ഹയത്ത് പോലുള്ള വലിയ വൻകിട ഹോട്ടൽസിൽ നിങ്ങൾക്ക് റൂം ബുക്ക് ചെയ്യാനും 2 ദിവസത്തിലധികം അവിടെ സ്റ്റേ ചെയ്യുമ്പോൾ ഒരു 100 രൂപ അഡീഷണൽ ആയിട്ടുള്ള ഹോട്ടൽ ക്രെഡിറ്റ് ലഭിക്കുന്നതും ഒക്കെ ആയിരിക്കും. ഈ ഒരു ഹോട്ടൽ ക്രെഡിറ്റ് റിഡീം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടുത്തെ സർവീസുകൾ എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഹോട്ടലിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്ന തുകയിൽ നിന്ന് ലാഭിക്കാനും ഒക്കെ അഡീഷണൽ ആയിട്ട് ഒരു ട്രാവൽ ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾ ഇൻ്റർനാഷണൽ ട്രാവൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള തന്നെ ഈ ഹൈ എൻഡ് ഹോട്ടൽസിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഒരു ഓഫർ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സെലക്ട് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് പാർട്ട്നേഴ്സിൽ ഡൈൻ ചെയ്യുമ്പോൾ 20% വരെ ഓഫ് നൽകുന്ന ഒരു ഓഫറും ഈ ഒരു കാർഡ് നൽകുന്നുണ്ട്. ഗോൾഡ് സർവീസ് ആയിട്ട് പറയുന്നത് 24/7 കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള അസിസ്റ്റൻസ് നൽകുന്നുണ്ട്. ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, 0 ലോസ് കാർഡ് ലയബിലിറ്റി, എമർജൻസി കാർഡ് റീപ്ലേസ്മെൻറ്റ് മുതലായ സർവീസുകളാണ് ഈ ഒരു കാർഡിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രയോറിറ്റി ആയിട്ട് കസ്റ്റമേഴ്സിന് നൽകി വരുന്നത്. കൂടാതെ തന്നെ ഫ്യൂവൽ കൺവീനിയൻസ് ഫീ ആയിട്ട് ഉള്ള ഫീയുടെ ഒരു 0% കൺവീനിയൻസ് ഫീ ആണ്. HPCL പെട്രോൾ പമ്പുകളിൽ നിന്ന് മാത്രമേ ഈ ഒരു 0% കൺവീനിയൻസ് ഫീ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാർഡ് എലിജിബിൾ ആവുന്നത് കുറച്ചുകൂടെ നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററിയും പേയ്മെൻറ്റ് ഡീഫോൾട്ട്സ് ഒന്നും ഇല്ലാത്ത ഇന്ത്യൻ മൾട്ടിനാഷണൽ ബാങ്കിലോ ഇന്ത്യൻ ബാങ്കുകളിലോ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു 6 ലക്ഷത്തിൽ കൂടുതൽ പേഴ്സണൽ ആനുവൽ ഇൻകം ഉള്ള ഒരു വ്യക്തിക്കായിരിക്കും ഈ ഒരു കാർഡ് എലിജിബിൾ ആയിട്ട് മാറുന്നത്. പിന്നെ ഈ ഒരു കാർഡിനുള്ള മറ്റൊരു എലിജിബിലിറ്റി ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാർഡ് ഇന്ത്യയിലുള്ള സെലക്റ്റഡ് സിറ്റീസിലുള്ള റെസിഡൻസിന് വേണ്ടി മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. ആ ഒരു ലിസ്റ്റിലെ മിക്ക മെട്രോപൊളിറ്റൻ സിറ്റീസും ഇൻക്ലൂഡഡ് ആണ്. കേരളത്തിൽ പറയുകയാണെങ്കിൽ എറണാകുളം, ട്രിവാൻഡ്രം മുതലായ ജില്ലകളിൽ താമസിക്കുന്നവർക്കും ബാംഗ്ലൂർ, ചെന്നൈ മുതലായ മറ്റ് സ്റ്റേറ്റുകളിലുള്ളവർക്കും ഈ ഒരു കാർഡ് അവൈലബിൾ ആണ്. ഈ ഒരു കാർഡിന് ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ലിങ്ക് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാർഡിൻ്റെ മെമ്പർഷിപ്പ് ഫീ പൂർണ്ണമായിട്ടും വേവ് ചെയ്ത് കിട്ടുന്നു. കൂടാതെ ഒരു 4,000 മെമ്പർഷിപ്പ് ബോണസ് പോയിന്റ്സ് റിവാർഡ്സും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഈ ഒരു കാർഡിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇനി അമേരിക്കൻ എക്സ്പ്രസിന്റെ മറ്റൊരു ചീപ്പായിട്ടുള്ള ഒരു കാർഡ് കൂടെ ഞാൻ പെട്ടെന്ന് ഈ ഒരു വീഡിയോയിൽ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് അമേരിക്കൻ എക്സ്പ്രസ് സ്മാർട്ട് ഏൺ ക്രെഡിറ്റ് കാർഡാണ്. 500 രൂപയുടെ വെൽക്കം ഗിഫ്റ്റാണ്. ഈ കാർഡിൻ്റെ ആനുവൽ ഫീ എന്ന് പറയുന്നതും 500 രൂപ തന്നെയാണ്. കൂടാതെ ഇതിന് അഡീഷണൽ ആയിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട്, യൂബർ, ബുക്ക് മൈ ഷോ എന്നിങ്ങനെയുള്ള സൈറ്റുകളിൽ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള
മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ്സ് ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ കാർഡ് കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആണ്, കുറച്ചുകൂടെ ഇൻകം ലിമിറ്റ് ക്യാപ്പ് ഇല്ലാത്തവർക്ക് പെട്ടെന്ന് അപ്രൂവ് ആവുന്ന ഒരു തരത്തിലുള്ള കാർഡാണ് അമേരിക്കൻ എക്സ്പ്രസ് സ്മാർട്ട് ആൻഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഈ ഒരു കാർഡ് നിങ്ങൾക്ക് 40,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആനുവൽ ഫീസ് കൊടുക്കേണ്ടതില്ല. മാത്രമല്ല, ഞാൻ അമേരിക്കൻ എക്സ്പ്രസ് കാർഡുകളെ കുറിച്ച് മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ഗോൾഡ് പോലുള്ള കാർഡ്സ് എടുത്താൽ പോലും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ആനുവൽ ഫീ പേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ആനുവൽ ഫീ വളരെയധികം കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കൻ എക്സ്പ്രസ്സിന് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ ഈ ആനുവൽ ഫീ പൂർണ്ണമായിട്ടും വേവ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുന്ന ഒരു ഓഫർ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ്സിനുണ്ട് എന്നുള്ളതാണ് അമേരിക്കൻ എക്സ്പ്രസ് കാർഡ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അമേരിക്കൻ എക്സ്പ്രസ് ഗോൾഡ് പോലുള്ള കാർഡ്സിൻ്റെ മെമ്പർഷിപ്പ് ഫീസായിട്ടുള്ള 4,500 രൂപ വേവ് ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഞാൻ അമേരിക്കൻ എക്സ്പ്രസ്സിന് അയക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെങ്ങനെ അതിനെ കാണും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ അതിനുശേഷം അവരുടെ അപ്രൂവൽ മെയിൽ വന്നതിന് ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാർഡിനെ കുറിച്ച് പെട്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ 90 ദിവസത്തിനകം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെൽക്കം വൗച്ചറായിട്ട് 500 രൂപയുടെ ക്യാഷ് ബാക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ സ്പെൻഡ് മൈൽ സ്റ്റോൺസ് ലൈക്ക് 1.20 lakhs, 1.80 lakhs ആൻഡ് 2.40 lakhs എന്നിവ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപയുടെ വൗച്ചേഴ്സ് ലഭിക്കുന്നതായിരിക്കും. 40,000 രൂപയിൽ കൂടുതൽ സ്പെൻഡ് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് ഈ ഒരു കാർഡിൻ്റെ റിന്യൂവൽ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. കൂടാതെ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് അവർ അവകാശപ്പെടുന്ന രീതിയിൽ 14% ആയിട്ടുള്ള ഒരു EMI പ്ലാനും ഈ ഒരു കാർഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു ലോൺ എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. 0 foreclosure ചാർജസ് ആണ് ലോണിന് വേണ്ടി അവർ നൽകുന്നത്. കൂടാതെ സൊമാറ്റോ, അജിയോ, നൈക്ക, ബുക്ക് മൈ ഷോ, യൂബർ എന്നിവയിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഓരോ 50 രൂപയ്ക്കും 10 ഇരട്ടി റിവാർഡ് പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആമസോൺ, പേടിഎം വാലറ്റ് എന്നിവയിൽ സ്പെൻഡ് ചെയ്യുന്നതിനും ഇവർ അഡീഷണൽ ആയിട്ട് മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ്സ് നൽകുന്നുണ്ട്. സാധാരണ നമ്മുടെ വാലറ്റ് സ്പെൻസിനൊന്നും നമുക്ക് റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നതല്ല. എന്നാൽ ഈ ഒരു കാർഡിൽ 5 ഇരട്ടി റിവാർഡ് പോയിന്റ്സ് ആണ് 50 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ഓരോ വാലറ്റിലും, അതായത് ആമസോൺ അല്ലെങ്കിൽ പേടിഎം വാലറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് 50 രൂപ സ്പെൻഡ് ചെയ്യുന്നതിന് ലിമിറ്റ്സ് ഉള്ളത്, അല്ലെങ്കിൽ 50 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ്സ് ലഭിക്കാത്ത കാറ്റഗറീസ് എന്ന് പറയുന്നത് ഫ്യുവൽ, ഇൻഷുറൻസ്, യൂട്ടിലിറ്റീസ്, ക്യാഷ് ട്രാൻസാക്ഷൻ, EMI കൺവേർഷൻ എന്നിവയ്ക്ക് മാത്രമാണ്. ബാക്കി എല്ലാ കാർഡ് സ്പെൻസിനും 1 മെമ്പർഷിപ്പ് റിവാർഡ് പെർ 50 റുപ്പീസ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് നൽകുന്നത്. ഈ കാർഡിന് ഒരു ലിമിറ്റ് കാണുന്നതായിരിക്കും. ഇതിൻ്റെ എലിജിബിലിറ്റി കുറച്ചുകൂടെ ലൂസൻഡ് ആണ്. ഇന്ത്യയിലുള്ള ചില സിറ്റീസിലെ ഇപ്പോൾ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് മൊത്തത്തിൽ കൊടുക്കുന്നുള്ളൂ. ആ ഒരു റെസ്ട്രിക്ഷൻ ഈ ഒരു കാർഡിനും ആപ്ലിക്കബിൾ ആണ്. പക്ഷേ നിങ്ങൾക്ക് 4 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ആനുവലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഒരു കാർഡാണ്. നിങ്ങൾക്ക് ഈ ഒരു കാർഡ് പ്രൂവ് ആവുന്നത് പെട്ടെന്നായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു കാർഡിനെ നമ്മുടെ ഗോൾഡ് കാർഡുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കാരണം ഞാൻ ഉപയോഗിക്കുന്ന കാർഡെന്ന് പറയുന്നത് ഗോൾഡ് കാർഡാണ്. അപ്പോൾ ഈ ഒരു കാർഡും ഈ ഒരു ബേസിക് കാർഡും ഗോൾഡ് കാർഡും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് പെട്ടെന്ന് നോക്കി വരാം. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ ഒരു കാർഡിൽ 495 രൂപയാണ് ഇതിൻ്റെ ആനുവൽ ഫീ എന്ന് പറയുന്നത്. എന്നാൽ ഗോൾഡ് കാർഡിന് 1000 രൂപയാണ് ഫസ്റ്റ് ഇയർ ഫീ എന്ന് പറയുന്നത്. സെക്കൻഡ് ഇയർ കഴിഞ്ഞാലും ഈ ഒരു കാർഡിന് 495 രൂപ പ്ലസ് ആപ്ലിക്കബിൾ ടാക്സ് തന്നെയാണ് ഫീ ആയിട്ട് വരുന്നത്. പക്ഷേ ഗോൾഡ് കാർഡ് 4,500 രൂപയാണ് റിന്യൂവൽ ഫീസായിട്ട് ഓരോ വർഷവും കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ലിങ്ക് പ്രത്യേകിച്ച് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോയിനിങ് ഫീസ് പൂർണ്ണമായിട്ട് വേവ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല, ആനുവൽ ഫീസ് വേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ഇമെയിലിലേക്ക് ഒരു റിക്വസ്റ്റ് അയച്ചു കൊടുത്താൽ മതി. അവർ മിക്കവാറും എല്ലാവർക്കും ആനുവൽ ഫീസ് പൂർണ്ണമായിട്ടും വേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാനും ട്രൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ വേവിങ് അല്ലെങ്കിൽ എൻ്റെ ആനുവൽ ഫീ അടുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അപ്ഡേറ്റ് നൽകാവുന്നതാണ്. ഇനി ഈ ഒരു കാർഡിൻ്റെ മറ്റ് സ്പെഷ്യൽ ഓഫേഴ്സ് എന്ന് പറയുന്നത്, 2 കാർഡ്സിനും ഇൻവിറ്റേഷൻ ഉള്ള ഈവൻറ്റ്സ്, എയർപോർട്ട് ലൗഞ്ച് ആക്സസ് എന്നിങ്ങനെയുള്ള 2 ഫീച്ചേഴ്സും അവൈലബിൾ അല്ല. നമ്മൾ ഫുഡ് ഡൈനിങ്ങിന് ഓഫർ ഉള്ള ഒരു കാർഡ്സാണ് 2 കാർഡുകളും. കോൺസിയേജ് സർവീസ് 2 കാർഡിനും ലഭ്യമല്ല. പിന്നെ ഗോൾഫ് പ്രിവിലേജസും ഈ 2 കാർഡിനും ലഭ്യമല്ല. ഇനി ബോണസ് റിവാർഡ് പോയിന്റ്സ് ഈ 2 കാർഡിലും അവൈലബിൾ ആണ്. ഈ 2 കാർഡിൻ്റെയും വെൽക്കം ഓഫർ എന്ന് പറയുന്നത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണിയിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ഏകദേശം ഒരു ബെനിഫിറ്റ് നൽകുന്ന ബോണസ് പോയിന്റ്സുകൾ നൽകുന്നതാണ്. അതായത് 500 രൂപയുടെ വെൽക്കം ഗിഫ്റ്റാണ് നിങ്ങൾക്ക് ഈ ഒരു കാർഡിൽ, ആദ്യത്തെ കാർഡിൽ, അതായത് സ്മാർട്ട് ഏൺ കാർഡിൽ ലഭിക്കുന്നത്. അതേസമയം അമേരിക്കൻ എക്സ്പ്രസ് ഗോൾഡിലാണെങ്കിൽ 4000 മെമ്പർഷിപ്പ് ബോണസ് പോയിന്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ റിവാർഡ്സ് ഏൺ ചെയ്യുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റെഡീം ചെയ്യുന്നതിലാണ് കൂടുതൽ ഓപ്ഷൻ അമേരിക്കൻ എക്സ്പ്രസ് ഗോൾഡ് കാർഡിൽ വന്നിരിക്കുന്നത്. അതായത് നമുക്ക് 18 കാരറ്റ് 24 കാരറ്റ് എന്ന് പറയുന്ന ഗോൾഡ് കളക്ഷൻ സ്പെഷ്യലായിട്ട് ഈ ഒരു കാർഡിന് വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാറ്റലോഗിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു കാർഡിൻ്റെ റിവാർഡ് പോയിന്റ്സ് റെഡീം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ട്രാവലിലാണ് കൂടുതലായിട്ടും ഈ ഒരു കാർഡിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് ഗോൾഡിൽ ലഭിക്കുന്നത്. എന്നാൽ പറഞ്ഞ അമേരിക്കൻ എക്സ്പ്രസിൻ്റെ
സ്മാർട്ട് ഏൺ കാർഡിൽ സർവീസ് ബെനിഫിറ്റ്സ് ആണ് കൂടുതലും ലഭിക്കുന്നത്. എന്നാൽ അതേ സർവീസ് ബെനിഫിറ്റ്സ് തന്നെ നമ്മുടെ ഗോൾഡ് കാർഡിലും ലഭ്യം. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത്. കുറച്ചുകൂടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എളുപ്പം ലഭിക്കുന്നത് അമേരിക്കൻ എക്സ്പ്രസ് സ്മാർട്ട് ഏൺ ക്രെഡിറ്റ് കാർഡിനാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അമേരിക്കൻ എക്സ്പ്രസ് ക്രെഡിറ്റ് കാർഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഈ കാർഡിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞങ്ങളുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.360money.in സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാർഡിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറിയും ഈ കാർഡിൻ്റെ റിവ്യൂവും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഇൻട്രാക്റ്റീവ് ആയിട്ട് ചോദിക്കാൻ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ പാനൽ ഓഫ് എക്സ്പേർട്സ് അവൈലബിൾ ആണ്. അപ്പോൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, ഈ ഒരു കാർഡ് ഇപ്പോൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ജനുവരി 30 വരെ 2024 ജനുവരി 30 വരെ നിങ്ങൾ ഞങ്ങളുടെ ലിങ്ക് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ ഒരു കാർഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ആനുവൽ ഫീ വെയ്വർ ഓഫർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാർഡിൻ്റെ ആനുവൽ ഫീ കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള അമേരിക്കൻ എക്സ്പ്രസ് കാർഡുകളും ഈ ഒരു ലിങ്ക് വഴി പോയി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ആ ഒരു കാർഡിന് ജോയിനിങ് ഫീ അടയ്ക്കേണ്ടതില്ല. അപ്പോൾ ഈ ഒരു ലിങ്ക് ഉപയോഗിച്ച് തന്നെ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത്തരത്തിൽ നിങ്ങളുടെ ജോയിനിങ് ഫീ വേവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു വളരെ മഹത്തായിട്ടുള്ള ഒരു ഓഫർ ലഭിക്കുന്നു. കൂടാതെ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അടയ്ക്കാനായിട്ടുള്ള പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ക്രെഡ് അമേരിക്കൻ എക്സ്പ്രസ് കാർഡുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് ഹോൾഡർ ആണ്, നിങ്ങൾക്ക് എങ്ങനെ ഇതിൻ്റെ ബില്ല് അടയ്ക്കണമെന്ന് അറിയുകയില്ല എങ്കിൽ നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് ജസ്റ്റ് ക്രെഡിൽ സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ ബിൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് റീട്രൈവ് ചെയ്യാവുന്നതും അമേരിക്കൻ എക്സ്പ്രസ് കാർഡിൻ്റെ ബിൽസ് അടയ്ക്കാനായിട്ടും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയും ക്രെഡിൽ അംഗത്വം എടുത്തിട്ടില്ലാത്തവർ ഞങ്ങളുടെ ലിങ്ക് ഉപയോഗിച്ച് ക്രെഡിന് സൈനപ്പ് ചെയ്യുക. ഇപ്പോൾ സൈനപ്പ് ചെയ്യുന്ന എല്ലാവർക്കും 250 രൂപ വരെയുള്ള ക്യാഷ് ബാക്ക് ക്രെഡ് നൽകുന്നുണ്ട്. അതാണ് അവരുടെ വെൽക്കം ഓഫർ എന്ന് പറയുന്നത്. ഈ ഓഫർ റെഫറൽ ലിങ്ക്സ് ഉപയോഗിച്ച് സൈനപ്പ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കാർഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. അമേരിക്കൻ എക്സ്പ്രസിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തറിയണമെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്ത് എത്തിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഫിനാൻഷ്യൽ ടൈം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.